ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതുപോലെ 3 ലീഫൊക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. ഇതുപോലെ നല്ല ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ ഷെയ്ഡ്സ് ആയിരിക്കും. അതും നല്ല റെഡും നല്ലൊരു യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതുപോലെയാണ് ലീഫിൻ്റെ പാറ്റേൺ വരുന്നത്. നല്ല രസമുള്ള വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. പ്ലാന്റ്സ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. ഒരു മീഡിയം സൈസ് പ്ലാന്റാണ്, സീഡ്ലിംഗ് ഒന്നുമല്ല. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും. പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് നോക്കി വെക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം, എങ്കിൽ മാത്രമേ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ സൈസ് വീഡിയോയിൽ മനസ്സിലാവുന്നത് പോലെ തന്നെ ഞാൻ അത്യാവശ്യം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണിത്. ഈ ഒരു പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. 140 ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നല്ല മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ നല്ലൊരു പ്യുവർ വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് പോലെ ഫുൾ വൈറ്റ് ആവില്ല, നല്ലൊരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസായിരിക്കും. ഇത് സീഡ്ലിംഗ് സൈസ് തന്നെ പ്ലാന്റാണ്, സീഡ്ലിംഗ് സൈസ് പോലത്തെ പ്ലാന്റ് തന്നെയാണ്. ഇത് പ്ലാന്റ് മെച്ചുവേർഡ് ആവും തോറും നല്ല ഭംഗിയായിട്ട് വരും. നല്ലൊരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു റൗണ്ടായിട്ടുള്ളൊരു ലീഫുമാണ്. നല്ല ഇതുപോലത്തെ വൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് കയറി വരും. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ടോക്ക് ടെങ് ബാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാത്തൊരു പ്ലാന്റാണ്. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് ഈ പ്ലാന്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും കസ്റ്റമർ ചോദിക്കാറുണ്ട് ഈ ഒരു വെറൈറ്റി. നമ്മുടെ ബ്ലാക്ക് മെറൂൺ പോലെ നല്ല മെറൂൺ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഡാർക്ക് ഗ്രീനിൽ മെറൂൺ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ്. ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. മദർ പ്ലാന്റ് തന്നെയാണ്. ഫ്ലവറൊക്കെ വന്ന പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കയറി വരുന്ന പ്ലാന്റാണ്. പക്ഷേ നമ്മുടെ ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിയേച്ചർ പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് ഹൈറ്റ് വന്നിട്ട് നന്നായിട്ട് ലീഫ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ലീഫുകളായിരിക്കും. നമ്മുടെ ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് നല്ല അടക്കി വെച്ചതുപോലെ മിനിയേച്ചർ ടൈപ്പായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആയിരിക്കും. അങ്ങനെയാണ് ഒരു വ്യത്യാസം തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് മദർ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. 290 ആണ് റേറ്റ് വരുന്നത്. ടോക്ക് ടെങ് ബാൻ എന്ന് പറഞ്ഞാണ് ആ ഒരു വെറൈറ്റിയുടെ പേര് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇത് സീഡ്ലിംഗ് സൈസാണ്. ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ട് കുറേ കസ്റ്റമർ ചോദിച്ച വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് ഷെയ്ഡ്, ഇതുപോലെ തന്നെ നല്ല ഷെയ്ഡ് റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഷെയ്ഡ് ഇങ്ങനെ നന്നായിട്ട് കയറി വരും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. സീഡ്ലിംഗ് സൈസാണ്. ഈ ഒരു വലുപ്പം വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റൊക്കെ അധികം നമുക്ക് സ്റ്റോക്കില്ല. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. 130 ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ്. ജിഫി ബാഗിലാണ് വരുന്നത്. ചെറിയ സൈസ് പ്ലാന്റാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റ് കൊടുക്കുന്നത്. ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. റെഡ് എമറാൾഡ് നല്ല സെൻറ്ററിൽ കൂടി നല്ല റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് 24 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. 24 ക്യാരറ്റിൻ്റെ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതും ചെറിയ സൈസ് പ്ലാന്റാണ്. പക്ഷേ നമുക്ക് റൂട്ട് കണ്ടാലറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ചകിരിച്ചോറ് പോട്ടി മിക്സ് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ജിഫി ബാഗോടുകൂടി തന്നെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നെക്സ്റ്റ് വരുന്നത് ഒരു സിൽവർ ഷെയ്ഡ് വരുന്നൊരു അഗ്ലോണിമയാണ്. ഇതും സീഡ്ലിംഗ് സൈസ് വരുന്ന പ്ലാന്റാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ചകിരിച്ചോറ് വെച്ചിട്ട് ചെറിയൊരു പോട്ടിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പ്ലാന്റ് പെട്ടെന്ന് തന്നെ സൈസാവും. കണ്ടോ, പുതിയ ലീഫിൻ്റെ വലിപ്പം കണ്ടാൽ നമുക്കറിയാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെ ഔട്ട്ലൈനായിട്ടൊരു വൈറ്റ് ഷെയ്ഡും കൂടി വരും ഈ ഒരു പ്ലാന്റ് മെച്ചുവേർഡ് ആവും തോറും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് 3 പ്ലാന്റും കൂടി ഒരുമിച്ച് ഒരു കോംബോ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ഈ 3 പ്ലാന്റ്സ് വേണ്ടവർ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. അപ്പോൾ ഈ 3 പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് എത്രയാണെന്ന് പറയാം. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിന് കൊടുക്കുന്നത്. 270 ആണ് ഈ 3 പ്ലാന്റിന് റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം.
നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് നമ്മുടെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ്. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും ആ റെഡ് ഷെയ്ഡ് കയറി വരുള്ളൂ. പുതിയ പുതിയ ലീഫിന് നല്ല റെഡ് ഷെയ്ഡ് കയറി വരും. ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 ആണ്, 140 രൂപയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ്, പക്ഷേ നന്നായിട്ട് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു മജന്ത ഷെയ്ഡിൽ ഇങ്ങനെ ലൈൻസ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതും സീഡ്ലിംഗ് സൈസ് പ്ലാന്റ് ആണ്. സൈസ് ശ്രദ്ധിക്കുക. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും തരുന്നത്. ഇതിൻ്റെ മെച്യൂർഡ് പ്ലാന്റിനൊക്കെ മീഡിയം സൈസിന് തന്നെ 300 എബവ് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ സീഡ്ലിംഗ് സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് നെറ്റ് പോട്ടിലാണ് വരുന്നത്. അപ്പോൾ നെറ്റ് പോട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിത് നല്ലൊരു പോട്ടി മിക്സിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ വളങ്ങളൊന്നും ചേർക്കണ്ട, കാരണം ചെറിയ പ്ലാന്റ് ആണല്ലോ. പ്ലാന്റ് കുറച്ചും കൂടി സൈസ് ആവും തോറും നമ്മളെന്തെങ്കിലും കമ്പോസ്റ്റ് കൊടുത്താൽ മതി. ഇത് 140 ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല കളറൊക്കെ വന്ന പ്ലാന്റാണ്. ഇത് കൊച്ചിൻ എസ്കാഡ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് 2000 എബവ് റേറ്റ് വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും. ഇതും സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ്. നല്ലൊരു ഷെയ്ഡ് കയറി വരും, ഒരു പീച്ച് ഷെയ്ഡ് കയറി വരുന്നൊരു പ്ലാന്റാണ്. പ്ലാന്റ് മെച്യൂർഡ് ആകുന്തോറും ജയ്പോങ് റെഡൊക്കെ പോലെ തന്നെ നല്ലൊരു പീച്ച് ലീഫ് മാത്രമായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഡബിൾ ഷൂട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ നല്ല ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണ്. നമ്മൾ കൊടുക്കുന്ന സൈസ് വരുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും. 250 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റാണ്. നല്ലൊരു റെഡ് ഷെയ്ഡ് ഒരു പിങ്ക് കൂടിയ ഡാർക്ക് റെഡ് ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. ഈ ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. 300 ഒക്കെ റേറ്റ് വരുന്നുണ്ട് മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ. ഇത് നമ്മൾ സീഡ്ലിംഗ് സൈസ് തന്നെയാണ് കൊടുക്കുന്നത്. കൂടുതലും കസ്റ്റമർ സീഡ്ലിംഗ് സൈസ് പ്ലാന്റ്സ് ആണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം റേറ്റ് കുറവിന് കിട്ടാൻ വേണ്ടിയും കുറച്ച് ഇപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുന്ന റേറ്റിന് നമുക്ക് 3 പ്ലാന്റ് ഒക്കെ എടുക്കാൻ പറ്റും. സീഡ്ലിംഗ് സൈസ് ആകുമ്പോഴത്തേക്കും ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പ്ലാന്റ്സ് ആണ് കൂടുതലും കൊണ്ടുവരുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമുക്കിപ്പോൾ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം. ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മളിപ്പോൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് റെഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും കയറി വരുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് റെഡ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. നല്ല റെഡ് ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിന് നല്ല ഡിമാൻഡാണ്. ചിലവർ സ്റ്റാർ ഡസ്റ്റ് എന്ന് വാങ്ങിക്കുന്ന പ്ലാന്റിന് കളർ ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമറിന് അതത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം കളറുള്ള പ്ലാന്റ്സാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ കളർ കുറവായിരിക്കും. മെച്യൂർഡ് ആവും തോറും കളർ കയറി വരുന്നത്. ഇതൊരു മീഡിയം സൈസ് പ്ലാന്റാണ്. അത്ര വലിയ പ്ലാന്റ് അല്ല, സീഡ്ലിംഗ് സൈസും അല്ല, മീഡിയം സൈസ് വരുന്ന പ്ലാന്റാണ്. ഞാൻ സൈസ് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് വീഡിയോ കാണുന്നത് പോലെ തന്നെ ഞാൻ സൈസും എടുത്ത് പറയുന്നുണ്ട്. ഓരോ സൈസും ഇത്രയും ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സൊക്കെ തന്നെയായിരിക്കും. 200 ആണ് ഈ ഒരു റെഡ് സ്റ്റാർ ഡസ്റ്റിന് റേറ്റ് വരുന്നത്. മീഡിയം സൈസ് പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിന് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ സീഡ്ലിംഗ് സൈസ് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും. നമുക്കിപ്പോൾ സീഡ്ലിംഗ് സൈസ് അവൈലബിൾ അല്ല. നമുക്ക് ഈ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇത് മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി അധികം വലിപ്പം വെക്കില്ല. പ്ലാന്റ് ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ അടക്കി വെച്ച പോലെ ആയിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത്. അപ്പോൾ അധികം പൊക്കം വയ്ക്കാത്ത വെറൈറ്റിയാണ് ഈ ഒരു ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ തന്നെ മീഡിയം സൈസാണ്. വളരെ വലിപ്പം വെക്കുന്ന വെറൈറ്റീസൊക്കെ ഉണ്ട് അഗ്ലോണിമ പ്ലാന്റ്സിൽ. ഇത് ഈ ഒരു സൈസൊക്കെ വെക്കുകയുള്ളൂ. കുറച്ചും കൂടി സൈസാവും പ്ലാന്റ്. ഇതൊരു മീഡിയം സൈസാണെന്ന് പറയാൻ കാരണം അതാണ്. ഞാൻ എടുത്ത് പറയുകയാണ്. കൈ കിട്ടുമ്പോൾ ചെറിയ പ്ലാന്റ് പോയി എന്നാരും പറയരുത്. അപ്പോൾ ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഈ ഒരു കളറായിരിക്കും പ്ലാന്റിന് വരുന്നത്. നമ്മുടെ പ്ലാന്റ്സിന് നല്ല കളർ വന്ന വെറൈറ്റിയാണ്. 230 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. സീഡ്ലിങ്ങിനേലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല കളർ കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിപ്പോൾ കളർ അത്രയും വന്നിട്ടില്ല. ഇതൊരു മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ്. ഇതും കുറച്ച് നീളത്തിലുള്ളൊരു ലീഫുകളായിരിക്കും. പിന്നെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. ലീഫിൻ്റെ ബാക്കിലെ ഷെയ്ഡ് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
ഈ ലീഫിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റ് കൊടുക്കുന്നത്. മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ 300 റേറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്ലാന്റ് 200 റുപ്പീസ് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല രസമുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്കും വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ് വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റ്. നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ ഒരു സൈസായിരിക്കും. 200 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോയ ഒരു വെറൈറ്റിയാണ്. പിങ്ക് കുംകും എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന്. 700 റേറ്റ് വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക്. ഇതിൻ്റെ സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഡോട്ട്സ് പോലെ കയറി വരും. ഇത് നമ്മുടെ സാധാരണ വെറൈറ്റി അല്ല, നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. പിങ്ക് കുംകും എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നല്ല രസമുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സീഡ്ലിംഗ് സൈസ് പ്ലാന്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 170 ആണ് ഈ ഒരു സീഡ്ലിംഗ് സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻസൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ മാത്രം ഫുള്ളായിട്ട് കാണുകയെന്ന് പറയുന്നത്. വീഡിയോയിൽ സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സൈസ് കാണിക്കുന്നതിനൊപ്പം ഞാനതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനിയും പുതിയ നല്ല വെറൈറ്റി സീഡ്ലിങ്സ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെറിയ പ്ലാന്റ്സ് ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് നല്ല ഭംഗിയുള്ള റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും. നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.